അസ്സലാമലൈക്കും. എൻ്റെ പേര് അനസ് എന്നാണ്. പറ്റണല്ലമ്മ, പറ്റണില്ല, നെഞ്ഞ് പറയാൻ പറ്റണല്ലമ്മ. വിഷമിക്കണ്ട കേട്ടോ, ശരിയാവും കേട്ടോ. ഞങ്ങളൊക്കെ അതിനല്ലേ വന്നിക്കണത്. ഒരു കുറച്ച് ദിവസം കൂടി കാത്തിരിക്കും, പഠിച്ചവൻ അതിനുള്ള ഒരു വഴി ഉണ്ടാക്കി തരും കേട്ടോ, ഉണ്ടാക്കി തരും. ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനത്തെ ഒരു കാഴ്ച ആദ്യമായിട്ട് കാണാം. ഒരു ബെഡില് മകൻ, ഒരു ബെഡില് ഉമ്മ, രണ്ടാളും കിഡ്നി രോഗം ബാധിച്ചിട്ട് കിടക്കുക. രണ്ടാളുടെയും മാറ്റി വെക്കണം. ഒരാള് ഇന്നലെ വരെ വെന്റിലേറ്ററിലായിരുന്നു. ഇവന്റെ അവസ്ഥ ഇപ്പതാ, അതായത് ഒരു മിനിറ്റ് നിന്നാ കുഴഞ്ഞു വീഴ. ഇപ്പൊ ഈ കണ്ടതുപോലൊരു അവസ്ഥ. ആരുടെ മുന്നിലും കൈ നീട്ടാതെ ജീവിക്കാൻ വേണ്ടിയിട്ട്, അന്തസ്സായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് പ്രവാസ ലോകത്ത് ജോലിക്ക് പോയ അനസ്, ദുബായില് കറാമയില് വെള്ളക്കമ്പനിയിൽ ജോലിക്ക് പോയ അനസ് തിരിച്ച് നാട്ടിലേക്ക് വരുമ്പോ കിഡ്നി രോഗിയായിട്ട് നാട്ടിലേക്ക് വന്നു. ഇന്ന് അനസിന്റെ കിഡ്നിയും മാറ്റിവെക്കണം, അനസിന്റെ ഉമ്മാന്റെ കിഡ്നിയും മാറ്റിവെക്കേണ്ട ഒരവസ്ഥയില് ഒരു കുടുംബത്തിലെ 2 രോഗികളും കിഡ്നി രോഗം ബാധിച്ചിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുക. നെഞ്ചിലൂടെ ഡയാലിസിസ്. അനസിന്റെയും അതുപോലെ തന്നെ ഈ ഉമ്മാടെയും നെഞ്ചിലൂടെയാണ് ഇപ്പൊ ഡയാലിസിസ് ചെയ്യണത്. മൂത്രം ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് ഉമ്മക്ക് ട്യൂബ് ഇട്ടിരിക്കുകയാണ്. അതായത് ഏറ്റവും മോശം സ്റ്റേജിൽ വെന്റിലേറ്ററിലായിരുന്നു ഉമ്മ കഴിഞ്ഞ ദിവസം വരെ. മാറ്റിവെക്കാൻ പണമില്ലാതെ, ഡയാലിസിസിന് വഴിയില്ലാതെ ഒരു പക്ഷെ ഒരു ഉമ്മയും മകനും അവരുടെ ജീവന് വേണ്ടിയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുക. മകൻ പറയണത്, ഞാൻ മരിച്ചാലും കുഴപ്പമില്ല, എന്റെ ഉമ്മാന്റെ ജീവൻ രക്ഷിക്കണം എന്നാണ്. ഉമ്മ പറയണത്, എന്റെ ജീവൻ പോയാലും കുഴപ്പമില്ല, എന്റെ മകന്റെ ജീവൻ രക്ഷിക്കണം എന്നാണ്. അല്ലെ? വല്ലാത്തൊരു സാഹചര്യമാണ്. ഈ രണ്ടാളുടെയും കിഡ്നി മാറ്റിവെക്കാൻ സാധിക്കും, പക്ഷെ 60 ലക്ഷത്തിന് മുകളിൽ രൂപയാണ് അതിനു വേണ്ടി കണ്ടെത്തേണ്ടത്. എനിക്ക് ഇവരുടെ ദയനീയത നിങ്ങളുടെ മുന്നിൽ എങ്ങനെ പറഞ്ഞു ഫലിപ്പിക്കാനോ ഇതുപോലെ കാണിക്കാനോ എനിക്ക് സാധിക്കില്ല. പക്ഷെ ഈ ഒരു അവസ്ഥ മനസ്സിലാക്കിയിട്ട് ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും പ്രവാസിയായിട്ടുള്ള അനസിനെയും അനസിന്റെ ഉമ്മാന്റെയും കിഡ്നി മാറ്റിവെക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നത് നിങ്ങൾ കൊടുത്താൽ 60 ലക്ഷം രൂപ കണ്ടെത്താൻ സാധിച്ചാൽ ഒരു പക്ഷേ ഈ ഉമ്മാന്റെയും മകന്റെയും മുഖത്ത് സന്തോഷം കൊണ്ടുവരാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, സംസാരിക്കുന്നത് തൈക്കളവ് മഹല്ല് ഖത്തീബ് സലീം സഖാഫി. ഞങ്ങൾ ഇവിടെ ഒരുമിച്ചിരിക്കുന്നത് പ്രിയപ്പെട്ട ഉമ്മ നൂർജഹാൻ എന്ന സഹോദരിയും അവിടുത്തെ പ്രിയപ്പെട്ട പൊന്നോമന മകനായ അനസ് എന്ന സഹോദരനുക്കും വേണ്ടിയിട്ടാണ്. അവര് വല്ലാത്ത അവസ്ഥയിലാണ്. അവര് ദിവസങ്ങളായി, മാസങ്ങളായി ഹോസ്പിറ്റലിലാണ്. അവർക്ക് കിഡ്നി സംബന്ധമായ രോഗം ബാധിച്ച് 2 പേർക്കും ഒരുപോലെ രോഗം ബാധിച്ചുകൊണ്ട് 2 പേർക്കും ദിവസവും ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.